ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ മേഖലയിൽ സ്കൂളുകളും അംഗനവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്ക് നീട്ടി. കുട്ടികളിൽ വയറിളക്ക രോഗവും ഷിഗല്ല സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ആറാട്ടുപുഴ മേഖലയിലെ സ്കൂളുകളും അംഗനവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്ക് നീട്ടി. ആറാട്ടുപുഴ പഞ്ചായത്തിലെ 7, 9, 12, 13, 14, 15, 17 എന്നീ വാർഡുകളിലെ സ്കൂളുകളും അംഗനവാടികളും തുറക്കുന്നതാണ് 15 ദിവസത്തേക്ക് നീട്ടിയത്. കുട്ടികളിൽ വയറിളക്ക രോഗം വ്യാപകമാകുകയും ഷിഗല്ല സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. ആരോഗ്യവകുപ്പ് ജില്ലാ അധികൃതർ കളക്ടർക്ക് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണിത്. ഒട്ടേറെ കുട്ടികൾക്ക് പ്രദേശത്ത് വയറിളക്കം പിടിപെട്ടിരുന്നു. ഇതിൽ കുറേയേറെ കുട്ടികൾക്ക് മാരകമായ ബാക്ടീരിയൽ അണുബാധയായ ഷിഗല്ല രോഗം കണ്ടെത്തിയിരുന്നു. ചികിത്സ തേടിയ 5 പേരിൽ 4 കുട്ടികൾക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറാട്ടുപുഴ പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് രോഗവ്യാപനം. ഇവിടങ്ങളിലായി 100ഓളം പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരിലേറെയും കുട്ടികളാണ്. ഇതോടെയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി സ്കൂൾ തുറക്കുന്നത് നീട്ടാൻ ശുപാർശ നൽകിയത്. മോശം ഭക്ഷണം, കുടിവെള്ളം എന്നിവയിൽ നിന്നാണ് രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. ജല അതോറിറ്റി നൽകുന്ന കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കൊളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. എങ്കിലും അതുതന്നെയാണ് രോഗവ്യാപനത്തിന് കാരണമായതെന്ന് വ്യക്തമായിട്ടില്ല. ശക്തമായ പനി, വയറുകടി, വയറുവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവരെ ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലാക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അവർ ആശുപത്രി വിട്ടു. എങ്കിലും നിരീക്ഷണം തുടരുകയാണ്. ജില്ലയിൽ മഴ കനത്തതോടെ വയറിളക്ക രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. 4 ദിവസത്തിനിടെ മാത്രം 505 പേരാണ് വയറിളക്ക രോഗത്തിന് ചികിത്സ തേടിയത്. വെള്ളിയാഴ്ച 119 പേർക്ക് രോഗം പിടിപെട്ടു.